വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് മണ്ണൂർ സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സത്വര നടപടി ആവശ്യപ്പെട്ട് VK ശ്രീകണ്ഠൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്ത് നൽകി. അപകടത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യം. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പരക്കെ തകർച്ച. പത്തിരിപ്പാലം മുതൽ പഴയ ലക്കിടി വരെ റോഡിൽ വൻ ഗർത്തങ്ങൾ. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായെന്ന് നാട്ടുകാർ. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികൾ തുടരുന്നു. ക്ഷേത്ര ശ്രീകോവിലിന് ഉത്തരം വെപ്പ് ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മങ്കര കണ്ണമ്പരിയാരത്ത് പാതയോരത്തെ തണൽ മരം നശിപ്പിച്ച നടപടിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധം. മരം സ്വകാര്യ വ്യക്തി JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയെന്ന് പരാതി. നടപടി വേണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് മണ്ണൂർ സ്വദേശികളുടെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് VK ശ്രീകണ്ഠൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തു നൽകി. അപകടത്തിൽ മരണമടഞ്ഞ മണ്ണൂർ കാഞ്ഞിരമ്പാറ, ഋഷിവില്ല, പുത്തൻപുരയിൽ റിയ ആൻഡ് റോഡ്രിഗസ്, മകൾ ടൈറ റോഡ്രിഗസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നെയ്റോബി ആശുപത്രി മോർച്ചറിയിലാണ്. അപകടത്തിൽ പരിക്കേറ്റ ഭർത്താവ് ജോയൽ കോൺവേ ജോസഫ്, മകൻ ട്രാവിസ് നോയൽ റോഡ്രിഗസ് എന്നിവർക്ക് എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്നും MP കത്തിൽ ആവശ്യപ്പെട്ടു. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തികൾ തുടരുന്നു. ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് ചടങ്ങ് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ നടന്നു. തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. 1 വർഷം മുൻപാണ് ക്ഷേത്രം നവീകരണം തുടങ്ങിയത്. ഏകദേശം 2 കോടി രൂപ ചെലവിലാണ് നിർമ്മാണങ്ങൾ നടക്കുന്നത്. ആദ്യഘട്ടം മഹാദേവന്റെ ശ്രീകോവിൽ ചെമ്പ് പുതിയൽ പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിൽ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിൽ നവീകരണം പൂർത്തീകരിച്ചു. 3ാം ഘട്ടത്തിൽ നാലമ്പലത്തിനകത്തെ നാഗദൈവങ്ങളെ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നാഗത്തറ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി. നിർമ്മാണ പ്രവൃത്തികൾ 1 വർഷത്തിനകം പൂർത്തീകരിച്ച് കലശം നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നവീകരണ കമ്മിറ്റി. നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഗോവിന്ദനുണ്ണി, സെക്രട്ടറി നന്ദകുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുനാഥ്, ഹരിദാസ് K, P ഹരിദാസ്, രവി കൊട്ടാരത്തൊടി, ഉണ്ണികൃഷ്ണൻ KM, സുരേഷ് ബാബു, ചന്ദ്രമോഹനൻ, N അച്യുതൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ജീർണിച്ചു കടന്നിരുന്ന ഭഗവതിയുടെ ശ്രീകോവിൽ മേൽപ്പുര നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുക. മരത്താൽ നിർമ്മിച്ച് ചെമ്പോല പതിഞ്ഞ് ശ്രീകോവിൽ പുതുക്കിപ്പണിയുക എന്ന കമ്മിറ്റിയുടെ ഉദ്ദേശലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉത്തരമെടുപ്പ് നടന്നിരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മഹനീയ കാർമ്മികത്വത്തിൽ ആ ചടങ്ങ് അതിവിപുലമായ ഭക്തജനങ്ങളുടെ മുഴുവൻ സഹകരണത്തോട് നടന്നിരിക്കുക. ഈ മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഏകദേശം 2 കോടി രൂപയോളം ചെലവ് വരുന്ന ബൃഹത് പദ്ധതിക്ക് കഴിഞ്ഞ വർഷമാണ് കമ്മിറ്റി നേതൃത്വം നൽകിയത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 1ാം ഘട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി തന്നെ നടത്താൻ കമ്മിറ്റിക്ക് കഴിഞ്ഞു. ശിവന്റെ ശ്രീകോവിൽ നവീകരിച്ച് അയ്യപ്പന്റെ ശ്രീകോവിൽ നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാന പാതയിലെ തണൽ മരം നശിപ്പിച്ച നടപടിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മങ്കര കണ്ണമ്പരിയാരത്തിന് സമീപത്തെ പാതവക്കിലെ തണൽ മരമാണ് സ്വകാര്യ വ്യക്തി JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയത്. അന്തരിച്ച കല്ലൂർ ബാലൻ വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച മരമാണിത്. സമീപത്ത് നഴ്സറി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നഴ്സറി ഉടമ ഇവ JCB ഉപയോഗിച്ച് പിഴുതെടുത്ത് മാറ്റിയത്. സംഭവമറിഞ്ഞ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ പരാതിയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ തന്നെ പാലക്കാട് റോഡ് വിഭാഗം ഓവർസിയർ അനിലയും സ്ഥലത്തെത്തി. നഴ്സറി ഉടമയെ വിളിച്ചു വരുത്തി. സംഭവമറിഞ്ഞ് രാവിലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരും ജനപ്രതിനിധികളും സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തിയിരുന്നു. മങ്കര പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ നിന്നല്ല, സംസ്ഥാനത്തെ പല ഭാഗത്തും പാതയോരങ്ങളിൽ മൺമറഞ്ഞു പോയ ബാലേട്ടൻ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗം അത് തീരാ നഷ്ടമാണ് ഈ പ്രകൃതി സ്നേഹികൾക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം കണ്ണമ്പരിയാരത്ത് PWDയുടെ പാതയുടെ ഓരത്തുള്ള മരങ്ങൾ അതിൻ്റെ തൊട്ട് കിടക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ മണ്ണ് നീക്കം ചെയ്യുകയും ഒപ്പം ആ മരം
മുഴക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നലെ തന്നെ അറിയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കലക്ടറെയും RDOനെയും PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് അതിൻ്റെ ഓവർസിയർ വന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് നൽകും. തുടർ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകും. പഞ്ചായത്ത് അംഗം MV രമേശ് അധ്യക്ഷത വഹിച്ചു. സ്ഥലത്തെത്തിയ മണ്ണാർക്കാട് സ്വദേശിയായ നഴ്സറി ഉടമയുമായി നടത്തിയ ചർച്ചയിൽ വെട്ടിമാറ്റിയ മരത്തിന്റെ വില കണക്കാക്കി പിഴ ഈടാക്കാൻ തീരുമാനമായി. നശിപ്പിച്ച വൃക്ഷത്തിനു പകരം പുതിയ ഒരു മരം വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകരായ AB രതീഷ്, VP പ്രേംരാജ്, രാമൻ മങ്കര, സുഭാഷ് മങ്കര, KK റഹ്മാൻ, ശംസുദ്ദീൻ മങ്കുറിശി, AV രവി, സജീവ്, അപ്പുക്കുട്ടൻ കല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സേലം കാക്കപ്പാളയം സോണ മെഡിക്കൽ കോളേജ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഹരിത് യോഗ പരിപാടി സംഘടിപ്പിച്ചു. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. യോഗാഭ്യാസത്തെ പരിസ്ഥിതി സുസ്ഥിരതയുമായി സംയോജിപ്പിക്കുന്ന ആയുഷ് മന്ത്രാലയത്തിന്റെ സംരംഭമാണ് ഹരിത് യോഗ. 167 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെയും 33 ഏക്കർ വിസ്തൃതിയുള്ള വസന്തം എസ്റ്റേറ്റിന്റെയും ചരിത്രപരമായ അന്തരീക്ഷത്തിലാണ് ഹരിത് യോഗ പരിപാടി സംഘടിപ്പിച്ചത്. പ്രകൃതി നടത്തമെന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. യോർക്കാട് പഞ്ചായത്ത് യൂണിയൻ കമ്മീഷണർ V. ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. സോണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വൈസ് ചെയർമാൻ ത്യാഗു വലിയപ്പ അധ്യക്ഷത വഹിച്ചു. ഏർക്കാട് പോലീസ് ഇൻസ്പെക്ടർ ആന്റണി മൈക്കിൾ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ മാനേജർ വാസന്തി ബാലമുരുകൻ, സോണ CMO ഡോക്ടർ ദിനേശ് കർത്ത, സോണ ആയുഷ് ഗ്രാമം CMO ഡോക്ടർ സന്ദീപ് ചുഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത പ്രകൃതി ചികിത്സാ യോഗ ഡോക്ടർമാരായ ഡോക്ടർ ഭുവനേശ്വർ, ഡോക്ടർ ആകാശ് പ്രഭു, ഡോക്ടർ അരുൺ, ഡോക്ടർ രൂപേഷ്, ഡോക്ടർ രേഷ്മ, ഡോക്ടർ വിഘ്നേഷ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയുമാണ് അനുമോദിച്ചത്. അയ്യങ്കാളി ഹാളിൽ നടന്ന അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പഠനത്തിന്റെ രീതികൾ മാറി. അതോടൊപ്പം തന്നെ സ്വാഭാവികമായി വിദ്യാർത്ഥികളുടെ പൊതുവായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ള വിദ്യാർത്ഥികളൊക്കെ മോശമാണ് എന്ന മട്ടിൽ പറയുന്നതിലാണ്. അനുമോദന ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P. ജിഷ, ഫാത്തിമത്ത് ഫർസാന, നഗരസഭാ സെക്രട്ടറി PS. രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ഒറ്റപ്പാലം ബ്ലോക്ക് ക്ലസ്റ്റർ കുടുംബശ്രീ അരങ്ങ സർഗോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഷൊർണൂർ കുടുംബശ്രീയെയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം പിടിച്ച പ്രതിഭ ദേവദത്ത് ദീപകിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പത്തിരിപ്പാല ടൗൺ മുതൽ പഴയ ലക്കിടി വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങൾ. നിരവധി ഇരുചക്രവാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ചേന നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. പത്തിരിപ്പാല ചന്ത, 14 മൈൽ, മൗണ്ട് സീന എന്നിവിടങ്ങളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. മൗണ്ട് സീനയ്ക്ക് സമീപത്തുള്ളത് 3 അടി താഴ്ചയും 1 മീറ്റർ വീതിയിലുള്ള ഗർത്തങ്ങളാണ്. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. വാഹനങ്ങൾക്ക് അടുത്തെത്തിയാലേ കുഴികൾ കാണാനാകൂ. വലിയ വാഹനങ്ങൾക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും ചെറുവാഹനങ്ങളാണ് കുഴികളിൽ പെട്ടുമറയുന്നത്. ഇത്രയും വലിയ കുഴികൾ രൂപപ്പെട്ട് മാസങ്ങളേറെയായെങ്കിലും ഇന്നേവരെ ഇവ മൂടാൻ പൊതുമരാമത്ത് നടപടിയായില്ല. തുടർന്നാണ് നാട്ടുകാർ കുഴികളിൽ ചേന നട്ട് പ്രതിഷേധിച്ചത്. നടപടിയുണ്ടായില്ലെങ്കിൽ ജനകീയ സമരങ്ങളുമായി നാട്ടുകാരും യാത്രക്കാരും രംഗത്ത് വരുമെന്നും മുന്നറിയിപ്പ് നൽകി. പൊതുപ്രവർത്തകരായ ജാഫർ പത്തിരിപ്പാല, ശംസുദ്ദീൻ മാങ്കുറിശി, നാട്ടുകാരായ P. മുഹമ്മദ് കുട്ടി, PA സദ്ദാം, സെയ്തുപ്പ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് കുളപ്പുള്ളി ഹൈവേ ആണ് ഏറ്റവും നല്ല റോഡ് എന്നുള്ള യാതി കിട്ടിയ റോഡ് കൂടെയാണ്. ഇന്ന് റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ദയനീയമാണ്. വലിയ കുഴി എന്നങ്ങനെ പറയാൻ കഴിയില്ല. ഇത്രയും വലിയ കുഴിയാണ്. ചെറിയ ബൈക്കുകളും അതുപോലെ ചെറിയ വാഹനങ്ങളൊക്കെ തട്ടി വലിയ അപകടങ്ങൾ സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്.
ഇതിനെതിരെ അധികൃതർ കണ്ണടിക്കുക. ഈ ചെറിയ ഓട്ടയടയ്ക്കൽ നടത്തി രക്ഷപ്പെടുക. ഇതിന് ശാശ്വത പരിഹാരം ഉടനെ കാണും. ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കുഴൽമന്ദം BRCയുടെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തിന് റവന്യൂ ഇൻകം ഉണ്ടാക്കുന്ന GST. ആ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനും ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും അതുമായി ബന്ധപ്പെട്ട് കഴിയും. മറ്റൊന്നാണ് കാർഷിക മേഖല. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ സയൻസ് ഗ്രൂപ്പ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു പുതിയ ചുവടുവയ്പ്പിന് കൂടി തുടക്കം കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും രംഗത്ത്. ആധുനിക ലോകത്ത് ജീവിക്കാൻ പ്രാപ്തമാകും വിധം അറിവുള്ളവരാക്കി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവേശനോത്സവമാണ് നടന്നത്. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് അധ്യക്ഷത വഹിച്ചു. 22 ലക്ഷത്തോളം രൂപ ചെലവിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സജ്ജമാക്കിയ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ GST അസിസ്റ്റന്റ്, സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ഫാം മെഷീനറി എന്നീ കോഴ്സുകളാണുള്ളത്. ഓരോ കോഴ്സിനും 25 കുട്ടികൾ വീതം ആകെ 50 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ തികച്ചും സൗജന്യമായി തൊഴിൽ പരിശീലനം നൽകുന്നത്. ജില്ലാ പ്രൊജക്ട് ഓഫീസർ MR മഹേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. റിട്ടയർഡ് പ്രിൻസിപ്പാൾ VK കൃഷ്ണലീല മുഖ്യാതിഥിയായി. കുഴൽമന്ദം BPC R. അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കുഞ്ഞലക്ഷ്മി, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR. അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. വിനീത, ഡയറ്റ് ഫാക്കൽറ്റി സുനിൽ അലക്സ്, HM ഫോറം കൺവീനർ V. കൃഷ്ണാനന്ദൻ, പ്രധാനാധ്യാപിക BD ബിന്ദു, PTA പ്രസിഡന്റ് C. ജയദാസ്, BRC ട്രെയിനർ ഡോക്ടർ S. ജഷി, ക്ലസ്റ്റർ കോർഡിനേറ്റർ N. നിഷാന എന്നിവർ സംസാരിച്ചു. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് P. മണികണ്ഠൻ സ്വാഗതവും സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കോർഡിനേറ്റർ ഷിമ പ്രഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സൗഹൃദത്തിന്റെ വെളിച്ചം വിതറിയ വൈവിധ്യ ആശയങ്ങളുടെ വേദിയായി വനിതകളുടെ ഈദ് സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പറളി സെന്റർ മസ്ജിദിലാണ് സംഗമം സംഘടിപ്പിച്ചത്. പറളി പഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവി സംഗമം ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഏരിയ കൺവീനർ ഹസന റഷീദ് അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗം KK സഫിയ ടീച്ചർ ഈദ് സന്ദേശം നൽകി. റിട്ടയർഡ് തഹസിൽദാർ റോസി ലിജോയ്, ഭാഗ്യലക്ഷ്മി, EV സഫിയ, ഫാത്തിമ ജസ്മി, ഷിജി, പുഷ്പലത, ഗീത സതീഷ്, ശാന്തകുമാരി, പ്രീത, ഗിരിജ, സുപ്രിയ, റഫിയ, സിസിലി എന്നിവർ സംസാരിച്ചു. പറളി ഏരിയ സൗഹൃദവേദി പ്രതിനിധി ഷാഹുൽ ഹമീദ് സമാപന പ്രസംഗം നടത്തി. വനിതാ ഏരിയ സെക്രട്ടറി മുംതാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മറിയ നന്ദിയും പറഞ്ഞു. അജ്നിഷ പ്രാർത്ഥന ചൊല്ലി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള കലാമണ്ഡലത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും മുൻ വിദ്യാർത്ഥികളുടെയും യോഗം ചേർന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം ഹാളിലായിരുന്നു യോഗം. കലാമണ്ഡലത്തെ സംരക്ഷിക്കുക, അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംരക്ഷണ സമിതി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര ഹാളിൽ പൊതുയോഗം ചേർന്നത്. മഹാകവി വള്ളത്തോളിന്റെ പേരമകൻ മുരളി വള്ളത്തോളിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കലാമണ്ഡലം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. K. ജയകുമാർ മറ്റു നിരവധി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള കലാമണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഈ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായത് ഈ കേരളത്തിലെ തന്നെ ജനങ്ങളോ അതോ ഉദ്യോഗസ്ഥരോ അതോ ഭരണകർത്താക്കളോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് കേരള കലാമണ്ഡലം സംരക്ഷണ സമിതി, ഒരു പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിലൂടെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിന് എന്തെല്ലാം കുറവുകളാണ് ഉണ്ടായത്, ആ കുറവുകൾ ഓരോന്നോരോന്നായിട്ട് പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവരുടെയും സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങുമെന്ന് ഇതിനാൽ ദൈവനാമത്തിൽ മഹാകവിയുടെ പേരിനോടൊപ്പം ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുക. പുതിയ ഭാരവാഹികളായി രക്ഷാധികാരി ബാലചന്ദ്രൻ KG കടയ്ക്കൽ, പ്രസിഡന്റ് മുരളി വള്ളത്തോൾ, വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ശ്രീദേവി പത്തനംതിട്ട,
സെക്രട്ടറി കെ ജയകുമാർ കൊല്ലം, ജോയിന്റ് സെക്രട്ടറി ഉഷാകൃഷ്ണൻ മാഹി, ഖജാൻജി കൃഷ്ണപ്രിയ തൃശൂർ എന്നിവരെയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കെ ജയരാജന്റെ ക്യാരക്ടർ ആൻഡ് ആറ്റിറ്റ്യൂഡ് പ്രകാശനം ചെയ്തു. പ്രഭാഷകൻ കിഴക്കൂട്ട് ഗോപാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകാശന പരിപാടിയിൽ പ്രഭാഷകൻ കിഴക്കൂട്ട് ഗോപാലകൃഷ്ണൻ പുസ്തകത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഷൊർണൂർ നഗരസഭ മുൻ ചെയർമാൻ എം നാരായണന് നൽകിയാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. മാനസ ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ മാനസ അധ്യക്ഷത വഹിച്ചു. സ്വാമി വിവേകാനന്ദ പഠനകേന്ദ്രം ഡയറക്ടർ അഡ്വക്കേറ്റ് പ്രഭാശങ്കർ, കെ പരമേശ്വരൻ, അലി പള്ളം, ആഷിഖ് കുളപ്പുള്ളി, കെ ടി ഷാജി, ശ്രീജ ഹരിദാസ്, രാധിക, കെ ജയരാജൻ, വനമിത്ര മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ ഞാനതിൽ പിന്നെ അത്ര വായന ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായില്ല. ഇപ്പൊ വായനയുടെ രീതി മാറ്റിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ സാങ്കേതിക വിദ്യയുടെ കമ്പ്യൂട്ടർ, മൊബൈല് ഇത്തരം സാധനങ്ങളൊക്കെ വന്നതോടുകൂടി സാങ്കേതിക വിദ്യയുടെ പുസ്തകത്തോടുകൂടി വായനയുടെ രീതി മാറിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് മണ്ണൂർ സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സത്വര നടപടി ആവശ്യപ്പെട്ട് വി.കെ. ശ്രീകണ്ഠൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ്. ജയശങ്കറിന് കത്ത് നൽകി. അപകടത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യം. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പരക്കെ തകർച്ച. പത്തിരിപ്പാലം മുതൽ പഴയ ലക്കിടി വരെ റോഡിൽ വൻ ഗർത്തങ്ങൾ. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായെന്ന് നാട്ടുകാർ. മാങ്കൃഷി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികൾ തുടരുന്നു. ക്ഷേത്ര ശ്രീകോവിലിന് ഉത്തരം വെപ്പ് ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മങ്കര കണ്ണമ്പരിയാരത്ത് പാതയോരത്തെ തണൽ മരം നശിപ്പിച്ച നടപടിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധം. മരം സ്വകാര്യ വ്യക്തി JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയെന്ന് പരാതി. നടപടി വേണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.